കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ അത് ഒഡീഷ FC ആണ്. ലൊബേറയുടെ സ്വന്തം ഒഡീഷ FC. ഒരിക്കലും നമുക്ക് അവരെ ചെറുതാക്കി കാണാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ഹാവ് എ ഗുഡ് ടീം ആൻഡ് ഗുഡ് സ്ട്രെങ്ത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടഫ് ആയിട്ടുള്ള ഒപ്പോണൻസ് തന്നെയാണ്. ഒഡീഷ FCക്കും കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഞാനും നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം ലൂണ മത്സരത്തിന്റെ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമോ ഇല്ലയോ എന്ന കാര്യം അറിയാൻ വേണ്ടി തന്നെയാണ്. പ്രോബബിളി യെസ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷങ്ങളിൽ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വരാൻ പോകുന്ന മത്സരത്തിൽ അദ്ദേഹം ആദ്യ ലെവലിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നമുക്കൊരു ഫാക്ടിലേക്ക് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൌട്ട് മത്സരം കളിച്ചത് ഇതേ ഒഡീഷ FCക്കെതിരെയാണ്. ഇതേ സെർജിയോ ലൊബേറയുടെ ടീമിനെതിരെയാണ്. ഈ കലിംഗ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ആ നോക്കൌട്ട് മത്സരം പരാജയപ്പെട്ടു. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ഫെഡോ സിർനിച്ചായിരുന്നു. വീണ്ടും ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും നേർക്കുനേർ വരുന്നു. തീർച്ചയായിട്ടും രണ്ട് ടീമുകൾക്കും ഈ ഒരു മത്സരം എളുപ്പമായിരിക്കുകയില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന വിദേശ താരങ്ങൾ തന്നെയാണ് ഒഡീഷ FCക്ക് നിലവിലുള്ളത്. മർത്തോഡ ഫോൾ, ഡിഗോ മോറിഷോ, റോയ് കൃഷ്ണ, ജാഹു താരങ്ങളാണ് നിലവിൽ ഒഡീഷ FCയുടെ ടീമിലുള്ളത്. ആൻഡ് ദയർ കോച്ച് സെർജിയോ ലൊബേറ. ഒഡീഷ FC അവസാനമായിട്ട് കളിച്ച കുറച്ച് മത്സരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യം അവർ കളിച്ചത് ചെന്നൈയിൻ FCക്കെതിരെയാണ്. 2-3 അവർ ആ മത്സരം പരാജയപ്പെട്ടു. 2 ഗോളിന് ലീഡ് നിന്നതിനു ശേഷമാണ് അവർ ഈ ഒരു മത്സരം പരാജയപ്പെട്ടത്. രണ്ടാമത് അവർ കളിച്ചത് റൗണ്ട് ക്ലാസ് പഞ്ചാബിനെതിരെയായിരുന്നു. 2-1 ആ ഒരു മത്സരം പരാജയപ്പെട്ടു. ലേറ്റസ്റ്റ് ആയിട്ട് അവർ കളിച്ച മത്സരം എന്ന് പറയുന്നത് അത് ജംഷഡ്പൂരിനെതിരെയാണ്. 2-1 ആ ഒരു മത്സരം അവർ വിജയിക്കുകയാണ് ചെയ്തത്. ആ ഒരു മത്സരത്തിൽ അവർക്ക് കൂടുതൽ ഗോളുകൾ തുറന്നെടുക്കാമായിരുന്നുവെങ്കിലും ആ ഒരു മത്സരം 2-1 സ്കോർ ബോർഡിൽ അവസാനിക്കുകയായിരുന്നു. പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും അവരുടെ അറ്റാക്കിംഗ് താരങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ത്രെഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 3 മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വളരെ മികച്ച ഒരു പ്രകടനമാണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. സില്ലി എറേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും പ്രീതം കോട്ടാൽ, മില്ലോസ് ഡിൻസിച്ച് തുടങ്ങിയിട്ടുള്ള താരങ്ങൾ അവരുടെ 100% പുറത്തെടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ദ അണ്ടർ റേറ്റഡ് പ്ലെയർ പ്രീതം കോട്ടാൽ. കഴിഞ്ഞ സീസണിൽ അത്രത്തോളം വിമർശനമായിരുന്നു പ്രീതം കോട്ടാൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ സീസണിലേക്ക് വരുമ്പോൾ അതിനുള്ള കംപ്ലീറ്റ് റിപ്ലൈയും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ടിൽ നൗ ഈ ഒരു മത്സരം വരെ അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് നിലവിൽ പുറത്തെടുത്തിട്ടുള്ളത്. വരാനിരിക്കുന്ന മത്സരങ്ങളിലും പ്രീതം കോട്ടാൽ, മില്ലോസ് ഡിൻസിച്ച് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ താരങ്ങളും തന്നെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിനായിട്ട് പുറത്തെടുക്കും. ആ ഒരു ഫോം കീപ്പ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അധികം മാറ്റങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട മാറ്റം എന്നത് നമ്മുടെ ഡാനിഷ് ഫറൂഖിന്റെ കാര്യമാണ്. അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് ഐമനെ ആദ്യ ലെവലിലേക്ക് ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു മറ്റൊരു മാറ്റമാണ് അഡ്രിയാൻ ലൂണ ആദ്യ ലെവലിലേക്ക് കടന്നു വരുന്ന കാര്യം. തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. ഇങ്ങനെ വരികയാണെങ്കിൽ അഡ്രിയാൻ ലൂണ, നോവാസ് ദോയ്, ഹീസസ് ജിംനിസ് എന്ന ട്രയോ നമുക്ക് കാണുവാൻ സാധിക്കും. ആൻഡ് നമ്മുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐബൻ ദോളിംഗ് എന്ന താരത്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയില്ല. കാരണം നമുക്ക് ഐബൻ ഡോളിംഗിന്റെ പകരമായിക്കൊണ്ട് നവോച്ച സിംഗ് ഉണ്ട്, ഷക്കീഫ് ഉണ്ട്, അങ്ങനെ കുറച്ച് താരങ്ങളെല്ലാം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പൊസിഷനിൽ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം കോമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്ക് പറയാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമ്മുടെ സച്ചിൻ സുരേഷ്, സെന്റർ ബാക്ക് റോളിൽ നമ്മുടെ പ്രീതം കോട്ടാലും മില്ലോസ് ഡിൻസിച്ചും, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപ് സിംഗ്, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, അതുപോലെ 2 മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് വിപിൻ മോഹനും ഐമനും, അതുപോലെ അവരുടെ തൊട്ട് മുകളിലായിട്ട് അറ്റാക്കിംഗ് പൊസിഷനിൽ അഡ്രിയാൻ ലൂണയും, അതുപോലെ മുന്നേറ്റ നിരയിൽ നമുക്ക് കാണാൻ സാധിക്കുക ജീസസ് ജിമിനിസിനെയും, റൈറ്റ് വിങ്ങിൽ നമുക്ക് രാഹുൽ KP യെയും, ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് നോവാസ് ദോയെയും. ഇതാണ് നമ്മുടെ ഒരു പോസിബിൾ ലൈനപ്പ്. ഇത് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ലൈനപ്പ് മാത്രമാണ്. ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലാസ്റ്റ് 3 മാച്ചിന്റെ റിസൾട്ട് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച മത്സരങ്ങളിൽ 1 തോൽവി, 1 വിജയം, 1 സമനില എന്ന റിസൾട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് മത്സരം സമനിലയിലായിരുന്നു. അതുപോലെ ഈ ഒരു മത്സരം വരാനിരിക്കുന്ന ഒഡീഷ FCക്കെതിരെ നടക്കാൻ പോകുന്ന ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് നിങ്ങളോട് പറയാൻ എനിക്ക് തോന്നിയ കുറച്ച് ബ്രീഫ് പോയിന്റ്സ് ഇതെല്ലാമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണാം.